നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ 100ഓളം വൻകുഴികൾ. പാദയാത്രക്കാർക്ക് മരണക്കെണിയാകുന്നു. അപകടങ്ങൾ പതിവായതോടെ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം. 2026 മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മാവൂത്ത് ഡി ഉദ്ഘാടനം ചെയ്തു. മാറാടിയിലെ പാറമടകളിലെ വെള്ളം പുഴയിലേക്ക് ഒഴുക്കാൻ അടിയന്തര തീരുമാനം. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. ഓറിയോൺ ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി മൂവാറ്റുപുഴയിൽ തുടക്കം. കമ്മ്യൂണിറ്റി ലോഞ്ചിൽ GST വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ വീണ കൃഷ്ണൻ പുതുക്കാട്ട് മുഖ്യാതിഥിയായി. അംഗനവാടി കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഫൈസൽ വടക്കനേത്ത് തനിക്ക് ലഭിച്ച ഓണറേറിയ തുക ഉപയോഗിച്ച് ഉപകരണങ്ങൾ വാങ്ങി നൽകി. വാർത്തകൾ വിശദമായി. 2026 മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മാവൂത്ത് ഡി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ 2026 മെറിറ്റ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെറിറ്റ് ഡേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മാവൂത്ത് ഡി ഉദ്ഘാടനം ചെയ്തു. And maintenance of quality here and sustaining all the best practices in this college, and moreover their innovation and creativity in running this great college. I was told by the management that this is the only college perhaps in Kerala at this university that has been sanctioned 3 units of BN program. That is a record, that is an achievement. I really appreciate that. മൂവാറ്റുപുഴ MLAയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായ മാത്യു കുട്ടൽനാടൻ A+ ജേതാക്കളെ അനുമോദിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വിവിധ കലോത്സവ ജേതാക്കളെ ആദരിച്ചു. കോളേജ് മാനേജർ VK നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PJ ജേക്കബ്, SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് PN പ്രഭ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, SNDP ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജി TG, SNDP ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് VS ധന്യ, PTA പ്രസിഡന്റ് ബിജു ജോസഫ്, കോളേജ് കോർഡിനേറ്റർ അനീഷ് P ചടക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ 100ഓളം വൻകുഴികൾ രൂപപ്പെട്ടതോടെ പാദയാത്രക്കാർക്ക് മരണക്കെണിയാകുന്നു. വളവുകളിലും നടുറോഡിലുമുള്ള കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായതോടെ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആവശ്യം. മൂവാറ്റുപുഴയിൽ തുടങ്ങി കൂത്താട്ടുകുളം എത്തുന്നതുവരെ MC റോഡിലുടനീളം യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി ചെറുതും വലുതുമായ 100ഓളം കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ പാതയിലുടനീളം ടാറിംഗ് തകർന്ന് വലിയ കുഴികൾ പ്രത്യക്ഷപ്പെട്ടതോടെ മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെയുള്ള യാത്ര പൂർണ്ണമായും വൻ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ അപകടാവസ്ഥയിലായ മീൻകുന്നം വളവിലെ കുഴികളുടെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പാതയിലുടനീളം മറ്റു പ്രധാന വളവുകളിലും സമാനമായ രീതിയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കരിമ്പന ഭാഗത്തെ വളവിൽ രൂപപ്പെട്ട വലിയ കുഴി യാത്രക്കാർക്ക് കടുത്ത ഭീഷണിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം കരിമ്പനയിലെ ഈ കുഴിയിൽ വീണ് 8ഓളം വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മഴ പെയ്യുമ്പോൾ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ യാത്രക്കാർക്ക് കുഴികളുടെ ആഴമോ വ്യാപ്തിയോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം ദിനംപ്രതി നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് റോഡിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ വളവുകളിലും റോഡിന്റെ നടുവിലുമായി പെട്ടെന്ന് മുന്നിൽപ്പെടുന്ന കുഴികളിൽ പെടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിത്തിരിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചും അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെ നീളുന്ന ഈ പ്രധാന പാതയിലെ ദയനീയ അവസ്ഥ ദിവസേന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. റോഡിലെ കുഴികൾ മൂലം ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡിലെ കുഴികൾ അടയ്ക്കാനും സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മാറാടിയിലെ പാറമടകളിലെ വെള്ളം പുഴയിലേക്ക് ഒഴുക്കാൻ അടിയന്തര തീരുമാനം. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി.
കനത്ത മഴയിൽ മാറാടി പാറമടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വലിയ ദുരന്തത്തിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അടിയന്തര നടപടികൾക്ക് തുടക്കം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഹസാർഡ് അനലിസ്റ്റിക് അടക്കമുള്ള ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. അപകടരഹിതമായ മാർഗത്തിലൂടെ പാറമടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടാനാണ് സംഘത്തിന്റെ പ്രാഥമിക തീരുമാനം. ഇതിനായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കരുതൽ ധനം ഉപയോഗിക്കാനാണ് നീക്കം. സ്ഥലത്തെത്തിയ ഹസാർഡ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. കായനാട് പ്രദേശത്ത് അടുത്തിടെ മണ്ണിടിച്ചിലുണ്ടായ പശ്ചാത്തലത്തിൽ അവിടെയും സംഘം പരിശോധന നടത്തി. മൂവാറ്റുപുഴ RDO അബ്ബാസ്, ഹസാർഡ് അനലിസ്റ്റ് അഞ്ജലി പരമേശ്വരൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ, തഹസിൽദാർ അഖിലേഷ് B എന്നിവരടങ്ങുന്ന സംഘം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളും സമീപത്തെ അപകട സാധ്യതയുള്ള മേഖലകളും നേരിട്ട് വിലയിരുത്തി. പ്രദേശവാസികളുടെ ആശങ്കകൾ കേട്ട ശേഷം അടിയന്തര സുരക്ഷാ നടപടികളെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പാറമടകളിലെ വെള്ളം പ്രകൃതി ദുരന്തത്തിലൂടെ പുറത്തേക്ക് ഒഴുകിയെത്തിയാൽ ഒരു പ്രദേശം മുഴുവൻ തകർന്നേക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഈ ഗൗരവം കളക്ടറെ ബോധ്യപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടൽ നടത്തിയത്. നിലവിൽ പാറമടകളിലേക്കുള്ള വഴികൾ അടച്ച് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വലിയ ദുരന്ത സാധ്യത കണക്കിലെടുത്താണ് വെള്ളം ഉടൻ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചത്. സ്ഥല പരിശോധനയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണനോടൊപ്പം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ, മാറാടി വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോൺ, ബ്ലോക്ക് മെമ്പർമാരായ സാബു ജോൺ, ജെയ്സ് ജോൺ, വാർഡ് മെമ്പർമാരായ രമ രാമകൃഷ്ണൻ, ബിന്ദു ബേബി, ജനപ്രതിനിധികൾ, യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അംഗനവാടി കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഫൈസൽ വടക്കനേത്താണ് തനിക്ക് ലഭിച്ച ഓണറേറിയ തുക ഉപയോഗിച്ച് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. തനിക്ക് ലഭിച്ച ഓണറേറിയ തുക ഉപയോഗിച്ച് അങ്കണവാടി കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങൾ വാങ്ങി നൽകി ബ്ലോക്ക് മെമ്പർ ഫൈസൽ വടക്കനേത്ത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതു മുതൽ കുട്ടികൾ പുതുതായി വരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ ഇല്ല എന്ന് അങ്കണവാടിയിലെ ടീച്ചർ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കളിയുപകരണങ്ങൾ വാങ്ങി നൽകിയത്. പേഴിക്കാപ്പള്ളി S വളവ് 76 നമ്പർ അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ നിഷാൻ ഔഫൽ അധ്യക്ഷത വഹിച്ചു. മൂസ തോട്ടത്തിക്കുടി, TS മൈദീൻ, ബഷീർ മൂലയിൽ, ഷഫീഖ് പൂത്തനാൽ, കബീർ മൂലയിൽ, ഷൌക്കത്ത് CK തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചനാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും സത്സംഗവും സംഘടിപ്പിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി മൂവാറ്റുപുഴ അധ്യക്ഷ സാവിത്രി അന്തർജനം ശ്രീരാമ അഷ്ടോത്തരാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. മഞ്ചനാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ പാരായണവും സത്സംഗവും സംഘടിപ്പിച്ചു. മഞ്ചനാട് തോലാണ്ടമുകളിൽ നടന്ന ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി മൂവാറ്റുപുഴ അധ്യക്ഷ സാവിത്രി അന്തർജനം ശ്രീരാമ അഷ്ടോത്തരാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ശിരോഹരായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ജമദഗ്ധ്യമഹാദർപ്പദളനായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം താടകാന്തകായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം വേദാന്തസാരായ നമഃ. കുടുംബ പ്രബോധൻ ജില്ലാ സഹസംയോജക് സുരേഷ് NM രാമായണ സന്ദേശം നൽകി. സദാ ഭക്തി തുളുമ്പുന്നതായിട്ടുള്ള വീടുകളിൽ, അമ്പലങ്ങളിൽ, ക്ലബ്ബുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമൊക്കെ ഇന്ന് രാമായണത്തിന്റെ ശീലുകൾ അലയടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായിട്ടുള്ള ഈ ഒരു രാമായണം ഇന്നും പ്രസക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? രാമായണം വാൽമീകി മഹർഷി എഴുതാൻ ആരംഭിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വാൽമീകി മഹർഷി രാമായണം എഴുതുന്നത്. തുടർന്ന് നടന്ന രാമായണ പാരായണത്തിന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് സുഭാഷ് NM, സെക്രട്ടറി അഭിലാഷ് NR, മഞ്ചനാട് ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ES, സെക്രട്ടറി സോമൻ AB, രക്ഷാധികാരി PG ശശി, ദേവസ്വം സെക്രട്ടറി വിനോദ് കുമാർ CK, ട്രഷറർ അഖിൽ MT, മാതൃസമിതി അധ്യക്ഷ ഡോക്ടർ ബേബി വിജയനാഥൻ, സെക്രട്ടറി തങ്കമ്മ രവീന്ദ്രൻ, ട്രഷറർ മഞ്ജു സോമൻ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ തങ്കപ്പൻ, രാധാരാജൻ, മിനി സന്തോഷ്, ഓമന നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഓറിയോൺ ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം. കമ്മ്യൂണിറ്റി ലോഞ്ചിൽ GST വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ വീണ കൃഷ്ണൻ പുതുക്കാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു.
കല, ക്രാഫ്റ്റ്, ഫാഷൻ മേഖലകളിൽ പഠനത്തിനും സർഗാത്മക വളർച്ചയ്ക്കും സംരംഭകത്വ സാധ്യതകൾക്കും ഒരുമിച്ചുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓറിയോൺ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ആർട്ട് ആരംഭിച്ച ഓറിയോൺ ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി ലേൺ ക്രാഫ്റ്റ് ഏൺ മൂവാറ്റുപുഴയിൽ ലോഞ്ച് ചെയ്തു. വിദ്യാർത്ഥികൾക്കും കല, ക്രാഫ്റ്റ് മേഖലയിൽ താൽപ്പര്യമുള്ളവർക്കും പരസ്പരം പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സ്വന്തം സൃഷ്ടികൾ അവതരിപ്പിക്കാനും അതിലൂടെ സ്വയം തൊഴിൽ, സംരംഭകത്വ സാധ്യതകളിലേക്ക് വളരാനും സഹായിക്കുന്ന ഒരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമായാണ് ഓറിയോൺ ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ലോഞ്ചിൽ GST വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ വീണ കൃഷ്ണൻ പുതുക്കാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓറിയോൺ ഗ്രൂപ്പ് ഡയറക്ടർ നിഷ ഭാസ്കരൻ കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യവും ഭാവി പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. നിങ്ങളിൽ അന്തർലീനമായിട്ടിരിക്കുന്ന കഴിവുകൾ പലതരത്തിലുണ്ടാവും. ചില വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു കഴിവും എനിക്കുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഹിഡൻ ടാലൻസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് എത്രത്തോളം നിങ്ങളെ ഒരു സംരംഭക അല്ലെങ്കിൽ ഒരു വ്യാവസായിക വ്യക്തിത്വം എന്ന നിലയിൽ നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾക്കൊപ്പം നിന്ന് ഈ പ്രസ്ഥാനത്തെ കുറച്ചുകൂടി വിശാലമാക്കാൻ സാധിക്കുമെന്ന ഒരു പഠനത്തിലാണ്. കമ്മ്യൂണിറ്റി ലോഞ്ചിനോടനുബന്ധിച്ച് ഫാബ്രിക് ബ്ലോക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റെൻസിൽ ആർട്ട് വർക്ക്ഷോപ്പ്, ഡിസൈനർ സോപ്പ് നിർമ്മാണ വർക്ക്ഷോപ്പ് എന്നിവയും സംഘടിപ്പിച്ചു. പ്രായോഗിക പരിശീലനങ്ങളിലൂടെ പങ്കെടുത്തവർ വിവിധ ക്രിയേറ്റീവ് ടെക്നിക്കുകൾ പരിചയപ്പെടുകയും സ്വന്തം പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ചെയ്തു. ലേൺ ക്രാഫ്റ്റ് ഏൺ എന്ന ആശയത്തിലൂടെ പഠനത്തിൽ നിന്ന് സൃഷ്ടിയിലേക്കും സൃഷ്ടിയിൽ നിന്ന് വരുമാന സംരംഭകത്വ സാധ്യതകളിലേക്കും അംഗങ്ങളെ നയിക്കുന്ന പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, ക്രിയേറ്റീവ് പ്രോജക്റ്റുകൾ, കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ എന്നിവ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഓറിയോൺ ഗ്രൂപ്പ് ഡയറക്ടർ നിഷ ഭാസ്കരൻ അറിയിച്ചു. കവി ലൂയിസ് പീറ്റർ അനുസ്മരണ യോഗം നടത്തി. സുവർണരേഖയും ലൂയി പാപ്പ കൂട്ടായ്മയും. പ്രശസ്ത കവി അനിൽ മുട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുവർണരേഖയും ലൂയി പാപ്പ കൂട്ടായ്മയും സംയുക്തമായി കവി ലൂയിസ് പീറ്റർ അനുസ്മരണ യോഗം നടത്തി. കഫേ വിങ്സിൽ നടത്തിയ സമ്മേളനത്തിൽ പ്രശസ്ത കവി അനിൽ മുട്ടാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രഥമ ലൂയിസ് പീറ്റർ കവിതാ മത്സര വിജയികൾക്കുള്ള സമ്മാന സമർപ്പണം പ്രശസ്ത കവി സലീം ചേനം നിർവഹിച്ചു. വിജയികളായ ശിവാനി S ആലത്തൂർ, ഹർഷിത S കുഴൽമന്ദം, ഭുവന സുഭാഷ് പാറക്കടവ്, ജസ അൻവർ K പെരിന്തൽമണ്ണ, ഋതിക ഷിനോജ് കോതമംഗലം എന്നിവർ ഷീൽഡ്, 5555 രൂപയുടെ ക്യാഷ് പ്രൈസ്, സർട്ടിഫിക്കറ്റ്, പുസ്തക സമ്മാനം എന്നിവ ഏറ്റുവാങ്ങി. ബാബു ഇരുമല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തെലകൻ പുളിങ്കുഴി, EK ഇക്ബാൽ, അഡ്വക്കേറ്റ് TJ ജോർജ്, ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ്, വിജയ്കുമാർ കളരിക്കൽ, ഡോളി ലൂയിസ്, KP സാജു, ബിന്ദു ജിജി, സതീഷ് പോൾ, PN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഇരുതി ബാൻഡ് തൃശൂർ നടത്തിയ ലൂയി പാപ്പ സംഗീതാർച്ചനയിൽ നാരു, ഹരി, ശരത്, ബേസിൽ, മാഹിൻ, വിനിൽ, സഖി എന്നിവർ ആലാപനം നടത്തി. മഴയും പ്രകൃതിയും സാഹസികതയും ഒരുമിച്ച് ചേർന്ന മൺസൂൺ മാജിക് ഫെസ്റ്റിവലിന് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിൽ ആവേശകരമായ സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്തിന്റെ മഴക്കാല സൗന്ദര്യവും പ്രകൃതി സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനായി കോതമംഗലം MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവലിന് വൻ ജനപങ്കാളിത്തത്തോടെ സമാപന ദിവസം സംഘടിപ്പിച്ച ബൈക്ക് റൈഡ് കോതമംഗലത്ത് നിന്ന് ആരംഭിച്ച് നേര്യമംഗലം, മാമലക്കണ്ടം, കുട്ടമ്പുഴ വഴി തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നടന്ന ഓഫ് റോഡ് റാലികൾ, വിവിധ തരത്തിലുള്ള ട്രക്കിങ്ങുകൾ, സൈക്ലിങ്, റാഫ്റ്റിംഗ് അടക്കം വിവിധ സാഹസിക ടൂറിസത്തിൻ്റെ സാധ്യതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ടൂറിസത്തിന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളുള്ളത് ടൂറിസത്തിനാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നത് ടൂറിസത്തിനാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്. വിദേശ ടൂറിസ്റ്റുകളേക്കാൾ കൂടുതൽ വിദേശ ടൂറിസ്റ്റുകളും വരും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി. ആശയങ്ങൾ ഒരുപാടുണ്ട്, അത് പ്രാവർത്തികമാക്കുന്നിടത്താണ് അതിൻ്റെ പ്രസക്തിയുള്ളത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരാശയം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ നാടിന്റെ അനുഗ്രഹമായി മാറിയ പ്രിയങ്കരനായ MLA ശ്രീ ഷിബു തെക്കുംപുറത്തിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. മഴയെ ഒരു വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുന്നതിനൊപ്പം കോതമംഗലത്തിന്റെ പ്രകൃതി സമ്പത്തും സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മൺസൂൺ മാജിക് സംഘടിപ്പിച്ചത്.
അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വാഴക്കുളം പള്ളിക്കുന്നേൽ പരേതനായ ജസ്റ്റിന്റെ ഭാര്യ റെജിമോൾ 52 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10:30 വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. പരേത പാറപ്ലാക്കൽ കുടുംബാംഗമാണ്. മക്കൾ ജാസ്മിൻ, ജസ്റ്റോ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.